രമേശ് നിർത്തി നിർത്തി. സിറ്റിയിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഭാഗ്യത്തിന് കണ്ടത്. രമേശ്, രേവതിയുടെ ബ്രദർ വിശ്വട്ട്. ഞാൻ രമേശ്, രേവതിയുടെ കൊലീഗാണ്. ഹലോ. അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ പിറകെ വന്നത്. രേവതിയുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യം. വേണ്ട, ഞാൻ പറയുന്ന കേൾക്കൂ. ഇവിടെ മുഴുവൻ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ അഴിഞ്ഞാട്ടം നടക്കുകയാണ്. വളരെ ഇൻസെക്യൂറായ അന്തരീക്ഷം. ആരും എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം, മിസ്സാവാം. ഒരു ഫോഴ്സിനും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂപതി റെഡ്ഡിയും പട്ടേലുമാണ് ഇതിൽ പ്രധാനികൾ. രണ്ടുപേരുടെ ആളുകൾ തമ്മിൽ എന്നും തെരുവ് യുദ്ധമാണ്. ഭൂപതി റെഡ്ഡിയുടെ മകൻ സുധാകർ റെഡ്ഡി എന്തിനും മടിക്കാത്ത ഒരു ബോൺ ക്രിമിനൽ. ഭൂപതി റെഡ്ഡിയുടെ മകൻ സുധാകർ റെഡ്ഡി എന്തിനും മടിക്കാത്ത ഒരു ബോൺ ക്രിമിനൽ. ఎక్కడ కలిసావే చంపేస్తా. பட்டேலுக்கு மறக்க முடியாத பாடம் கத்துக் கொடுக்கணும்னா உன்ன மாதிரி சித்தாளுகள் ரத்தம் சிந்தறதை தவிர வேற வழியே இல்லை. சுதாகர், പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയപ്പോ ആദ്യം വന്നത് രേവതിയെ തേടിയായിരുന്നു. ഏക വിറ്റ്നസ് രേവതിയായിരുന്നല്ലോ. പോലീസ് ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തി. രേവതി സുധാകർ റെഡ്ഡിയെ തിരിച്ചറിഞ്ഞു. അവനെതിരെ മൊഴി നൽകുകയും ചെയ്തു. കോടതിയിലും രേവതി മൊഴി നൽകിയാൽ സുധാകർ റെഡ്ഡി അകത്താകുമായിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭയം രേവതി കോർട്ട് വരാതിരിക്കാൻ സുധാകർ റെഡ്ഡി. ഇത്രയെല്ലാം നടന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ചേട്ടനെ അറിഞ്ഞ് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയാവും.
എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാ മതിയെന്നായിരുന്നു അവൾക്ക്. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് എത്രയും വേഗം പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. വിശ്വട്ട് എന്ത് പറയുന്നു? Please, I beg you, sir. Please understand the helplessness of the situation. Any further delay in taking action... What action? You tell me that. Yeah. Solliya. Sir, all evidence leads to this man, Sudhakar Reddy. You please arrest him. Evidence? What bloody evidence do you have? என்ன எவிடன்ஸ் இருக்கு? நீ பாத்தியா? உன் தங்கச்சிய ரெட்டிகாரு தூக்கிட்டு போனதை நீ பாத்தியா? உன் കണ്ണാല നീ പാത്തിയാ? ഞാനത് കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ലായിരുന്നു. അവന്റെ സർ, ഐ ആം ഷുവർ ഹി നോസ് വേർ ഷീ ഈസ്. എന്നെ ഓർഡർ പണതുക്ക് നീ ആരാ? നഷ്ടപ്പെട്ടത് എന്റെ അനിയത്തിയാണ്. ഈ ഭൂമിയിൽ അവൾക്ക് ഞാനും, എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. ചുപ്രോ സാല. Give a written complaint and get lost. அவ உயிரோட கிடைச்சான்னா பெஸ்ட், செத்து போச்சுன்னா போச்சு. സൂക്ഷിച്ച് സംസാരിക്കണം. മിസ്റ്റർ ഇൻസ്പെക്ടർ, if it's money that you need, tell me how much. बाहर जाओ साले. Get out I say. போடா வெளியே. கான்ஸ்டபிள் சார், இந்த நாயை பிடிச்சு வெளியில தள்ளுங்க. തനിക്ക് എന്നെ ഈ മുറിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ ചെറ്റപ്പ്. എന്റെ അനിയത്തെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഈ നഗരം വിടൂ. അതിന് എനിക്ക് ഇനി ഒരു പുല്ലന്റെ മോന്റെ സഹായം ആവശ്യമില്ല. കേട്ടോ വിടാൻ. సాలా కుత్త. ఎవరు నువ్వు? ఏం కావాలి? సుధాకర్ రెడ్డి. వాట్స్ ద మ్యాటర్? నీకా చెప్పేది? నడు బయటికి వెళ్ళరా. யார் நீ? என்ன வேணும் சொல்லு. എടുക്കണോ കൈ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് സുധാകർ റെഡ്ഡിയെ കാണണം. എന്താ കാര്യം? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. ఏం కావాలి? എന്റെ അനിയത്തിയെ തിരക്കി വന്നതാണെന്ന് പറ. രേവതി, സീക്രട്ട് ലൈറ്റ് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ രേവതി. ഇയാൾക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല. വീണ്ടും తీసుకెళ్ళు നായർ. എനിക്കറിയണം. എന്റെ അനിയത്തി എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. എന്നിട്ടേ ഞാൻ പോകൂ. മോനെ, വന്നു വിട്ടിരിക്കുന്ന എവിടെയാണെന്ന് മോൻ അറിയാഞ്ഞിട്ടാ. വേറെ സ്ഥലം വിടാൻ നോക്ക്, അല്ലെങ്കിൽ തടി കേടാവും. ഭീഷണി കേട്ടിട്ട് ഞാൻ തിരിച്ചു പോവില്ല. എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം. എന്റെ അനിയത്തി മിസ്സായതിൽ ഇവനുള്ള പങ്ക് എന്താണെന്ന് എനിക്ക് അറിയണം. എന്റെ രേവതി എവിടെ? പറയണം. രേവതി,
കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വിശ്വേട്ടനാ പറയുന്നത്. വിശ്വേട്ടൻ കൊണ്ടുപോവുക എന്റെ മോളെ. എന്റെ പൊന്നു മോളെ.